സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റാട്ടം ഉണ്ടായിട്ടുള്ളൂ. എന്താ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി പറഞ്ഞു, ഇന്ന് രാവിലെ പറഞ്ഞു, ഉച്ചക്ക് പറഞ്ഞു. അതിലേക്ക് വരാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ഇന്ത്യയിൽ കമൻറ്റിൽ കണ്ടു, കൂടുമോ കുറയുമോ എന്നൊക്കെയാണ്. അപ്പോൾ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾ സ്വർണ്ണം വിൽക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. US ഇൻവോയ്സ് സംസാരിക്കാനൊക്കെ വരുന്നുണ്ട്, സീസ് ഫെയർ ടാക്സ് ഒക്കെ ലബനാൻ ഭാഗത്തേക്ക്. പക്ഷേ ഏറ്റവും വലിയ സംഭവം ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു കാര്യം തന്നെയാണ് സ്വർണ്ണവില എങ്ങനെ കുതിച്ചു നിർത്തുന്നത്. എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉക്രൈനോട് റഷ്യൻ്റെ ഉള്ളിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈഡന് അനുമതി നൽകി എന്നുള്ള വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ഫിയറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നോർത്ത് കൊറിയൻ ട്രൂപ്സ് ഇപ്പോൾ റഷ്യയിലുണ്ട് താനും. ആ ഒരു അങ്ങനത്തെ ഒരു ആരോപണം കൂടിയുണ്ട്. ആ ഒരു സമയത്തും കൂടിയാണ് ഇപ്പോൾ ഉക്രൈന് ഈ അനുമതി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഭയങ്കര $40 വർധനവൊക്കെ വന്ന് 2600 കടന്ന് കുതിക്കുക വേൾഡ് ഇപ്പോൾ. അപ്പോൾ സ്വർണ്ണവില ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഉയരുകയായിരിക്കും ചെയ്തത്. കാരണം ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ് റൈസ് ചെയ്തു, റിസ്ക് സേഫ് ഹേവൻ ഡിമാൻഡ് വർദ്ധിച്ചു, വീണ്ടും പ്രശ്നങ്ങളൊക്കെ വീണ്ടും ആയി. ആ ഒരു സമാധാനത്തിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ട്രംപ് വന്നപ്പോൾ. പക്ഷേ ട്രംപ് ഓഫീസിലെത്താൻ ടൈം എടുക്കും. അതുവരേക്ക് വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വർണ്ണവില ഇനിയും ഉയരുമെന്നാണ് ഇന്ത്യയിൽ ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, വരാൻ പോകുന്ന ഏത് കാര്യവും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ സംഭവം പെട്ടെന്നുണ്ടായി. ബൈഡൻ അനുമതി കൊടുത്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. റഷ്യൻ്റെ ഉള്ളിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള മിസൈലുകൾ വെച്ചിട്ട്, വെപ്പൺസ് ഉപയോഗിച്ചിട്ട് റഷ്യൻ്റെ ഉള്ളിൽ അറ്റാക്ക് ചെയ്യാൻ അനുമതി കൊടുത്തു. എന്താ സംഭവം? എന്താണ് അത്? എത്രയും വലിയ സംഭവമാണ്. ആ ഒരു ഇതിന് ഫിയറിൽ സ്വർണ്ണവില കുതിച്ചു വരാതെ വെക്കൂല, എന്തായാലും കുതിച്ചു വരും. ഇത് എന്താ സംഭവിക്കാമെന്ന് പഠിച്ചവനെ അറിയാം, വേറെ കാര്യം. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിലേക്ക് വരട്ടെ എത്രയും പെട്ടെന്ന് എന്നാണ് എന്തെങ്കിലും പറയാനുള്ളത്. ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 55,960 അപ്പോൾ ഉള്ളത്. നാളെ 240 രൂപ കൂടുന്ന അവസ്ഥയിലാണുള്ളത്. 240 എന്ന് പറയാൻ കാരണം എന്താ അറിയോ, ഇന്ന് 450 രൂപ ആൾറെഡി കൂടി, $40 വർധനമാണ്. അപ്പോൾ ശരിക്ക് എന്താ വെച്ചാൽ 250 പറഞ്ഞാൽ പോലെ 480 കൂടി. അപ്പോൾ ഒരു 320 പറയണം ശരിക്ക്. ആ റാങ്കിൾ നോക്കണേ 320 രൂപ കൂടിയാക്കാവുന്ന അവസ്ഥ. അതാണ് ഏറ്റവും ബെസ്റ്റ്. രണ്ടു കൂടി കൺക്ലൂഡ് എടുത്ത് പറയുകയാണെങ്കിൽ. കാരണം ഇന്ന് അത്രയല്ല കൂടിയിട്ടുണ്ടായിരുന്നു, 480 കൂടിയിട്ടുള്ളൂ. $40. അപ്പോൾ അങ്ങനെ വരുന്നത് 320 രൂപ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് കുതിച്ചു വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം.